നമസ്കാരം. കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന പ്രസ്ഥാനം നേരത്തെയും അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും കെ കരുണാകരൻ്റെ പ്രതാപകാലത്താണ് നമ്മൾ ഈ ഹൈക്കമാൻഡ് എന്ന വാക്ക് നിരന്തരം കേൾക്കാൻ തുടങ്ങിയത്. കെ കരുണാകരൻ്റെ പ്രതാപകാലത്ത് പലപ്പോഴും തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോഴും ഉണ്ടാകാത്തപ്പോഴൊക്കെ തന്നെ അദ്ദേഹം ഹൈക്കമാൻഡിലോട്ടാണ് വിരൽ ചൂണ്ടുമായിരുന്നത്. ഇതിൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് എന്ന് പലപ്പോഴും പറയുകയും പിന്നീട് അത് പലരും തമാശയായിട്ട് പോലും എടുക്കുമായിരുന്നു. ഏതായാലും അന്നത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹൈക്കമാൻഡ് തന്നെയായിരുന്നു. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിലും പിന്നീട് രാജീവ് ഗാന്ധിയുടെ കാലത്താണെങ്കിലും നരസിംഹറാവുവിൻ്റെ കാലത്തുമൊക്കെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിശക്തമായിരുന്നു. അന്ന് കേരളത്തിന് ചുമതല ഉണ്ടായിരുന്ന AICC ജനറൽ സെക്രട്ടറിമാരായ GK മൂപ്പനാർക്കും ഗുലാം നബി ആസാദിനുമൊക്കെ തന്നെ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചും ആര് സ്ഥാനാർത്ഥിയായി ജയിക്കുമെന്നതിനെക്കുറിച്ച് തന്നെ വളരെ വ്യക്തമായ ധാരണയാണ് ഉണ്ടായിരുന്നത്. അന്നും കേരളത്തിലെ വലിയ തോതിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. A ഗ്രൂപ്പും I ഗ്രൂപ്പ്, ആന്റണി വിഭാഗവും കെ കരുണാകരൻ്റെ വിഭാഗവും രൂക്ഷമായി ഏറ്റുമുട്ടുന്ന കാലയളവിലുമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ നേതാക്കന്മാർ കേരളത്തിലെത്തുകയും പലപ്പോഴും ചർച്ച നടത്തുകയും ആദ്യം ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് വരുന്നു, പിന്നെ ഒരു ലിസ്റ്റുമായി അങ്ങോട്ട് പോകുന്നു, വീണ്ടും ലിസ്റ്റുമായി ഇങ്ങോട്ട് വരുന്നു. ഇങ്ങനെ പലകുറി കെ കരുണാകരനും AK ആൻ്റണിയും അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ പലകുറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നുവെങ്കിലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാവുകയും അത് പലപ്പോഴും പാർട്ടിക്ക് അനുകൂലമായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം തലപ്പത്തിരിക്കുന്നവരെല്ലാം തന്നെ താഴ്ത്തട്ടിൽ നിന്ന് വളർന്നു വന്ന നല്ല ജനകീയ ബന്ധമുള്ള കേരളത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള നേതാക്കളായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ ഡൽഹിയിൽ കേരളത്തിലെ നിയമസഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ്. ഇനി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ വളരെ കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയവും അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ഇപ്പോഴും കേരളത്തിലെ തർക്കം തീർന്നിട്ടില്ല. ഈ സമയത്തും കേരളത്തിലെ ബാക്കിയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വന്നിട്ടില്ല. അതിൽ തന്നെ കെ സുധാകരൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു പ്രധാനമായും ഒരു വിഷയമായി മാറിയിരുന്നത്. കെ സുധാകരനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കേരളത്തിലെ തലയെടുപ്പുള്ള ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ്. KPC പ്രസിഡൻ്റായിരുന്നു, മന്ത്രിയായിരുന്നു, അദ്ദേഹം MLA MP ഒക്കെ ആയ, ഇപ്പോഴും നിലവിൽ MP ആയ വ്യക്തിയാണ്. അദ്ദേഹം തനിക്ക് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് പിടിവാശി കാട്ടിയപ്പോൾ അതിനു മുന്നിൽ ഏറ്റവും ഒടുവിൽ ഈ ഡൽഹിയിൽ നടന്ന മാരത്തോൺ ചർച്ചകളുടെയൊക്കെ ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴങ്ങി കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്രത്തോളം ദുർബലമായോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം വലിയ പ്രതാപികളായിരുന്ന നേതാക്കന്മാരുണ്ടായിരുന്ന കാലത്ത് കേരളത്തിലെ ഇന്നലെ ഏത് സംസ്ഥാനത്തെ പ്രശ്നമാണെങ്കിലും നിസ്സാരമായി പരിഹരിക്കാൻ കഴിവുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അത് വളരെ പെട്ടെന്ന് പരിഹരിക്കാനും എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള വിജയം നേടാനുമൊക്കെ കോൺഗ്രസിന് അന്ന് സഹായകരമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? എത്ര ദിവസമായി കേരളത്തിലെ നേതാക്കന്മാർ ഡൽഹിയിലെത്തി അവിടെ കേരള ഹൗസിൽ തമ്പടിച്ച്, അതുപോലെ ഇവിടുന്ന് അനുയായികൾ ഡൽഹിയിലെത്തി താമസിക്കുന്നു, ചർച്ചകൾ നടത്തുന്നു, വെളുക്കോളം ചർച്ച നടക്കുന്നു. ഇന്ന് പട്ടിക വരുമെന്ന് പറയുന്നു, ആ ദിവസം വരുന്നില്ല. അതിനിടയ്ക്ക് പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞ് 24 മണിക്കൂറിനും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പട്ടിക വരുമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് ദേഷ്യം വരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഡൽഹിയിൽ ആരാണ് ഇവരുമായി ചർച്ച നടത്തുന്നതെന്നും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ആരാണെന്നുമൊക്കെ സ്വാഭാവികമായും നമുക്ക് സംശയം തോന്നേണ്ടി വരും. ഡൽഹിയിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ചുമതലയുള്ള AICCയുടെ ഭാരവാഹികളായ മധുസൂദനൻ മിസ്ത്രി, അതുപോലെ ദീപദാസ് മുൻഷി തുടങ്ങിയവർക്കൊക്കെ തന്നെ ഈ കേരളത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ കളികളെക്കുറിച്ച്, ഇവിടുത്തെ ജാതി സമവാക്യങ്ങളെക്കുറിച്ചൊക്കെ എത്രമാത്രം കാര്യങ്ങൾ അറിയാം എന്നുള്ള കാര്യം ഇനിയും ഉറപ്പില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ കെ സുധാകരനാകട്ടെ പുറത്തേക്ക് ഇറങ്ങിയതിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ തന്നെയാണ് സമയം ചെലവഴിച്ചത്. പല നേതാക്കളും കരുതിയത് അദ്ദേഹം അവിടെ വെറുതെ ഇരിക്കുകയാണ് എന്ന് തന്നെയായിരിക്കാം. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് കൃത്യമായി തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ ഭാവിയിൽ കേരളത്തെത്തിയതിനു ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഹോംവർക്ക് സുധാകരൻ ചെയ്തു വെച്ചിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതൊരു പരിധിവരെ ശരിയായിരിക്കാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ നാളെ ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിക്കാനോ അതല്ലെങ്കിൽ തൻ്റെ ഒപ്പം നിൽക്കുന്ന നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടാനോ അതല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന ആളുകളെ പരാജയപ്പെടുത്താനോ ഒക്കെ തന്നെ കഴിയാൻ തക്കവണ്ണമുള്ള ഒരു പട്ടിക തയ്യാറാക്കാനുള്ള എല്ലാ യോഗ്യത അർഹതയുമുള്ള ആൾ തന്നെയാണ് കെ സുധാകരൻ. അദ്ദേഹം വിചാരിച്ചാൽ അതൊക്കെ സാധിക്കും. കാരണം കേരളത്തിലെ എല്ലാ ജില്ലകളിലും അനുയായികളുള്ള ഒരാൾ തന്നെയാണ് കെ സുധാകരൻ. അങ്ങനെയുള്ള കെ സുധാകരൻ ഫ്ലാറ്റിൽ മുറിയടച്ചിരുന്ന് അദ്ദേഹം ചെയ്യേണ്ട ഹോംവർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അപകടം മനസ്സിലാക്കി തന്നെയായിരിക്കും രമേശ് ചെന്നിത്തല അടിയന്തരമായി AK ആൻ്റണിയുമായി ബന്ധപ്പെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഉദ്ദേശിക്കുകയും സുധാകരന് സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ സുധാകരൻ പാർട്ടി വിട്ടു പോവുകയോ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന ഡാമേജിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ AK ആൻ്റണി ഇതിൽ ഇടപെട്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, AK ആൻ്റണി ഇന്ത്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒരാളാണ്, ഏറ്റവും ആദരിക്കപ്പെടുന്ന നേതാവാണ്. എന്നിട്ടും ഇവിടെ നടന്ന ഈ ഒരു ചക്രത്തി പോരാട്ടത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ AK ആൻ്റണിയുടെ അഭിപ്രായം തേടിയിരുന്നില്ലേ? അദ്ദേഹം ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ പ്രശ്നത്തിന് വളരെ പെട്ടെന്ന് പരിഹാരം കാണാമായിരുന്നു. കാരണം
കേരള രാഷ്ട്രീയത്തിൽ എത്രയോ പതിറ്റാണ്ടുകളായി വളരെ സജീവ സാന്നിധ്യമായ ശക്തമായ നയങ്ങളുള്ള വളരെ തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരൻ തന്നെയാണ് എ കെ ആൻ്റണി. അദ്ദേഹം ആദർശവാനും സത്യസന്ധനാണ് എന്ന് നമ്മൾ പറയുമ്പോഴും രാഷ്ട്രീയ ചതുരംഗക്കളിയിൽ അദ്ദേഹം അതിമിടുക്കനായ പ്രഗത്ഭനായ ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തെ ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ തന്നെ ഇതിൻ്റെ ഒരു ചുമതല കൂടി കൊടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. കാരണം എ കെ ആൻ്റണി ഇടപെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരുവിധപ്പെട്ട നേതാക്കന്മാരെല്ലാവരും അദ്ദേഹം പറഞ്ഞാൽ അത് അനുസരിക്കുന്നതാണ് പതിവ്. വലിയ തോതിലുള്ള കുഴപ്പങ്ങളുണ്ടാക്കാതെ പ്രശ്നം പരിഹരിക്കാൻ ആൻ്റണിക്ക് കഴിയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ ഇത് ഇത്രയും ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച ഏറ്റവും മികച്ച സുവർണ അവസരമാണ് കേരളത്തിലെ ഈ കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തെ പുറത്താക്കാൻ ഈ നാട്ടിൽ ജനങ്ങൾ കാത്തിരിക്കുമ്പോൾ ഞങ്ങൾക്കതിൽ താല്പര്യമില്ല എന്ന രീതിയിലേക്ക് നേതാക്കന്മാർ ഇറങ്ങുകയും എല്ലാവരും അവനവൻ്റെ കാര്യം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ശരിക്കും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്തുള്ള എ കെ ആൻ്റണി അവർ ബന്ധപ്പെട്ടതിന് ശേഷം അങ്ങ് ഈ പ്രശ്നം പരിഹരിക്കും, ഇത് കേരളത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി നമ്മുടെ പാർട്ടിക്ക് സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് ഒന്ന് അത് മനസ്സിലാക്കിക്കാൻ പോലും അവരാരും ശ്രമിച്ചില്ല. ഒരുപക്ഷെ വർക്കിംഗ് കമ്മിറ്റി അംഗമെന്നുള്ള നിലയിൽ ഹൈക്കമാൻഡ് കൂടെ നിർദ്ദേശം ലഭിക്കാത്തതുകൊണ്ടായിരിക്കാം എ കെ ആൻ്റണി നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടാത്തത് എന്ന് വേണം നമുക്കറിയാം. നമുക്കറിയാം എ കെ ആൻ്റണി അങ്ങനെ എല്ലാ കാര്യത്തിലും കയറി തലയിടുന്ന ഒരാളല്ല. അദ്ദേഹം വളരെ കാര്യഗൗരവമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നപ്പോഴായിരിക്കും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു നീക്കം നടത്തുകയും താൽക്കാലമായെങ്കിലും ഇതൊരു വെടിനിർത്തലിന് ശ്രമം നടത്തി വിജയിക്കുകയും ചെയ്തത്. ഇനി സുധാകരനെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ അടൂർ പ്രകാശ് നിൽക്കുന്നുണ്ട്. സുധാകരന് സീറ്റ് നൽകി എനിക്ക് സീറ്റ് നൽകണമെന്ന് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിനും ഹൈക്കമാൻഡ് വഴങ്ങി കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് സ്വാഭാവികം വരുന്ന ചോദ്യം. അതിൻ്റെ പിന്നാലെ ഇനി ഒന്നിനും സമയമില്ലെങ്കിൽ പോലും നമ്മുടെ പല എം പിമാർക്കും അടുത്ത UDF ഭരണം വന്നാൽ മന്ത്രിയാവണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഇനി പലരും ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളുമായി മുന്നോട്ട് വന്നാൽ പിന്നെ ആര് ഇവരെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കെ കരുണാകരൻ, എ കെ ആൻ്റണിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും നരസിംഹറാവുവിൻ്റെയൊക്കെ തന്നെ അവരുടെ പ്രതാപകാലത്ത് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ അത് തീരുമാനമായിരിക്കും. അത് എന്തൊക്കെ വന്നാലും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉള്ളവർ തന്നെയാണ് അവരെന്ന് പല നേതാക്കളും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുമുണ്ട്. 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അന്ന് വയലാർ രവി താൻ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത് ചിറയൻകീഴാണ്, ഇന്നത്തെ ആറ്റിങ്ങൽ മണ്ഡലമായ ചിറയൻകീഴാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി നിരുത്സാഹപ്പെടുത്തിയ കാര്യം അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ചിറയൻകീഴെന്ന് കേട്ടപ്പോൾ തന്നെ അത് CPM-ൻ്റെ മണ്ഡലമല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടുന്ന രാഷ്ട്രീയ ജ്ഞാനം അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സംഭവം തെളിയിക്കുന്നത്. ഇതുപോലെ ഇന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിലിരിക്കുന്ന എത്ര പേർക്ക് കേരളത്തിലെ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടും ഉണ്ടാകും എന്നുള്ള ഒരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും പ്രശ്നങ്ങൾ ഇത്രത്തോളമായി. ഇനിയെങ്കിലും എത്രയും വേഗം ഈ പട്ടിക പുറത്തുവിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ മിനിമം ഈ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള മിനിമം സമയമെങ്കിലും അനുവദിക്കുന്ന രീതിയിലേക്ക് ഹൈക്കമാൻഡ് നീങ്ങിയില്ലെങ്കിൽ കേരളത്തിലെ സ്ഥിതി വീണ്ടും മോശമാകാൻ തന്നെയാണ് സാധ്യത. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ പുറന്തള്ളി പുതിയ സർക്കാരിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവരെ നിരാശപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ശരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡായി തന്നെ പെരുമാറണം. അതല്ലാതെ ലോ കമാൻഡായി പോയാൽ ഇതുതന്നെയായിരിക്കും സംഭവിക്കുക.